അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ പ്രധാനപ്പെട്ട സെമിനാറാണ് ഇവിടെ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. മമ്പുറം തങ്ങളുടെ ലോകം എന്ന ചരിത്ര സെമിനാറാണ്. അഭിവന്ദ്യനായ അധ്യക്ഷൻ വളരെ സാരവത്തായ കാര്യങ്ങൾ ഈ വിഷയത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മോട് സംസാരിച്ച പണ്ഡിതവര്യനായ മമ്പുറം തങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെ പണ്ഡിതന്മാരുടെ സാമൂഹിക ദൗത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സാഹിബ് അവരുകളെ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിയിട്ടുള്ളത് ചരിത്ര പണ്ഡിതനാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്ര വിഭാഗത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യ മിത്രം ഡോക്ടർ KS മാധവൻ അവരുകളെ, വളരെ വലിയൊരു വിശിഷ്ടാതിഥി ഇവിടെയുണ്ട്. വെളുത്തേടത്ത് പറമ്പിൽ തെയ്യനാശാരി ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റാണ്, മുഖ്യ അതിഥിയാണ്. മമ്പുറം തങ്ങളോട് ബന്ധപ്പെട്ട പാരമ്പര്യത്തിൻ്റെ താവഴി പല കണ്ണികൾ, ചാലുകൾ മമ്പുറം തങ്ങളിൽ നിന്ന് പ്രവഹിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, വൈദ്യന്മാരുണ്ട്, വൈദ്യപാരമ്പര്യം, മരപ്പണിക്കാരുണ്ട്, ആ ഒരു പാരമ്പര്യം. നമ്മൾ ആശാരിമാരെന്ന് വിളിച്ചു പോന്നിരുന്ന, അങ്ങനെ വിളിച്ചാലും ഇല്ലെങ്കിലും വലിയ വിദഗ്ധന്മാരായിട്ടുള്ള, മരം കൊണ്ട് വളരെ വലിയ ശില്പഭംഗിയിൽ പൗരാണികമായിട്ട് തന്നെ കേരളത്തിൽ വളരെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വിദഗ്ധരുടെ മേഖലയാണ്. അതിലുൾപ്പെട്ട മമ്പുറം തങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ താവഴിയിൽപ്പെട്ട മമ്പുറം തങ്ങൾ അന്ന് അംഗീകരിച്ച് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്ങളുടെ തൃപ്തിയും തങ്ങളുടെ സമ്പർക്കവും അനുഭവിച്ച കുടുംബത്തിലെ ഇപ്പോഴത്തെ കണ്ണി തെയ്യനാശാരി അവരുകളെ ദാറുൽ ഹുദയുടെ മുഖ്യ ഭാരവാഹിയായ എൻ്റെ പ്രിയ സ്നേഹിതൻ, ചിരകാല സുഹൃത്ത് ഷാഫി ഹാജി സാഹിബ്, ബഹുമാനപ്പെട്ട ഇവിടെ പ്രഭാഷണം നടത്താനിരിക്കുന്ന ചരിത്ര ഗവേഷകനായ, ചരിത്ര പഠന രംഗത്തേക്ക് വളരെ വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള, കനപ്പെട്ട പുസ്തകങ്ങളും ആ വഴിക്ക് രചിച്ചിട്ടുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ, അതുപോലെ തന്നെ ടി അനീസ് ഹുദവി കമ്പളക്കാട്, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഹംസാജി, CK മുഹമ്മദ് ഹാജി, അബ്ദുഷക്കൂർ, എല്ലാവരും സദസ്സിലിരിക്കുന്നവരും മാധ്യമപ്രവർത്തകരടക്കം എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. എൻ്റെ ആദരം. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. അനുവദിക്കപ്പെട്ട, ഇവിടെ നിശ്ചയിക്കപ്പെട്ട സമയമനുസരിച്ചാണ് സെമിനാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ പോകട്ടെ. ഉദ്ഘാടനത്തിൻ്റെ പേരിൽ ദീർഘമായൊരു സംസാരവും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചരിത്ര പണ്ഡിതനായ ഡോക്ടർ KS മാധവൻ്റെ മുഖ്യപ്രഭാഷണം, പിന്നെ 2 പ്രഭാഷണങ്ങൾ, അതൊക്കെ നടക്കണം. ഞാൻ അല്പസ്വല്പം കാര്യങ്ങൾ മാത്രമല്ല, ഒരു പ്രധാന കാരണം അഭിവന്ദനായ അധ്യക്ഷൻ
വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്ന് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദവി അവർ തയ്യിബ് ഫൈസി എത്തിച്ചേർന്നതിൽ സന്തോഷം. എൻ്റെ പ്രിയ സുഹൃത്താണ്. വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിനാണ് പോയത് ഒരു കണക്കിന് നന്നായി. കാരണം ഞാൻ അവരെ പറ്റി 2 വാക്ക് പറയണമെന്ന് വിചാരിച്ചിരുന്നു. അവരിയ്ക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എൻ്റെ മനസ്സിൽ നീട്ടി വെച്ചൊരു പ്രസംഗമുണ്ട്. ഷാഫിയാജിക്ക് അറിയായിരിക്കും. ബഹാവുദ്ദീൻ ഉസ്താദിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അത് മുഴുവൻ പോട് നടത്തുന്നില്ല, ഈ സമയം അതിനുള്ളതല്ല. എങ്കിലും എൻ്റെ മനസ്സിലൊരു സംസാരം ഉണ്ടായിരുന്നു. അത് ഞാൻ വളരെ താല്പര്യത്തോടെ കാത്തിരുന്ന ചടങ്ങാണ്. കാലത്തിൻ്റെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന, സാമൂഹിക ബോധത്തെ ഉള്ളിൽ വഹിക്കുന്ന ഒരു പണ്ഡിതൻ. അതാണ് നമുക്ക് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി സാഹിബ്. പോയത് നന്നായി എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്കത് കുറച്ചുകൂടി സുഖത്തിലും ആശ്വാസത്തിലും പറയാൻ കഴിഞ്ഞു. ഇനി അദ്ദേഹം ഉണ്ടെങ്കിലും ഞാൻ പറയായിരുന്നു. കാരണം മനുഷ്യരുടെ നന്മ പറയണത് അവരുടെ സാന്നിധ്യത്തിലായാലും നന്മയാണെന്നാണ് എൻ്റെ വിശ്വാസം. മുഖസ്തുതി മാത്രമാണ് തെറ്റ്, അതാണ് വിലക്കപ്പെട്ടത്. ഉള്ള നന്മകൾ ആത്മാർത്ഥമായിട്ട് പറയേണ്ടത് പറയണം. എന്തുകൊണ്ടും അന്നത്തെ ആ ചടങ്ങ് വളരെ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ അഭിവന്ദനായ നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി സാഹിബിനെ പുരസ്കാരം നൽകിയ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത് എൻ്റെ വലിയൊരു ഖേദമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദാറുൽ ഹുദ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ ചിന്തിച്ചു നോക്കിയാൽ അദ്ദേഹത്തെ പോലുള്ളൊരു പണ്ഡിതന്റെ കർമ്മ ശേഷിയുടെ, നേതൃപാടവത്തിൻ്റെ, അറിവിൻ്റെ, വിവേകത്തിൻ്റെ, പാണ്ഡിത്യത്തിൻ്റെ ഒക്കെ അടയാളമാണ്. മഹാനായ ബാവുട്ടി ഹാജി എം ബഷീർ മുസ്ലിയാർ, അഭിവന്ദനായ എം ബഷീർ മുസ്ലിയാർ, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി സാഹിബ്, ഇവരുടെയൊക്കെ കൂട്ടുകെട്ടാണ്. പിന്നെ കുഞ്ഞാപ്പു ഹാജി, ഇപ്പം അതിൽ സൈദലി വേജ് ഉണ്ട്, ഇവിടെ CH ഹൈദറോസ് മുസ്ലിയാർ, അവരൊക്കെ പോയി. അതിലിപ്പോൾ ഒരു കണ്ണിയായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ നാട്ടുകാരൻ കൂടിയായ കോട്ടക്കൽക്കാരനായ സൈദലി വേജിയാണ്. ആ ദൗത്യം ഭംഗിയായി അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ നടത്താണ്. ബാവുട്ടി ഹാജി സാഹിബിൻ്റെ പിന്മുറക്കാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ മകനും എല്ലാവരും. അപ്പം അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ധന്യ വ്യക്തിത്വമാണ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി സാഹിബ്. അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ, സർവശക്തൻ ആരോഗ്യവും ദീർഘായുസ്സും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അന്ന് അവിടെ പങ്കെടുക്കാൻ കഴിയാതെ പോയതിലുള്ള എൻ്റെ ഖേദം, വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ അറിവ്, പണ്ഡിതന്മാർ ഗ്രന്ഥവരികളിൽ മാത്രം ജീവിക്കുന്നവരല്ലല്ലോ. അവർ ഓരോ കാലത്തും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, അറിവ് മനുഷ്യന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്. ഒരാളൊരു അറിവ് ഉൾക്കൊണ്ടിട്ട് ഇങ്ങനെ ഒരു മൂലയിൽ ഇരുന്നിട്ട് വലിയ പണ്ഡിതനായിട്ട് ഇരിക്കുകയാണെങ്കിലോ അതുപോലുള്ള ചെയ്യുകയാണെങ്കിലോ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടായിന്ന് വരില്ല. ആ വ്യക്തിക്കൊരു പക്ഷേ പ്രയോജനം ഉണ്ടായേക്കും, ആ വ്യക്തിക്കും പൂർണ്ണമായ പ്രയോജനം ഉണ്ടായിന്ന് വരില്ല. അപ്പൊ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ ഒരു പണ്ഡിതനെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. അതാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി സാഹിബിൻ്റെ ജീവിത പാഠം. അതാത് കാലത്തെ ഇഷ്യൂസ്, അതാത് കാലത്തെ സമസ്യകൾ, അതാത് കാലത്തെ സങ്കീർണതകൾ
അതിനോടൊരു പണ്ഡിത നേതൃത്വത്തിന് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ മികവ്. നമ്മൾ മമ്പുറം തങ്ങളിലേക്ക് പോയാൽ, ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ഇതിൻ്റെ ഏറ്റവും സമഗ്രമായിട്ടുള്ള ഒരാവിഷ്കാരമാണ്. മമ്പുറം തങ്ങളെ പല രീതിയിൽ കാണാം. ഇവിടെ വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളിലൂടെ ആ വിവിധങ്ങളായിട്ടുള്ള വ്യക്തിത്വ ഭാവങ്ങൾ വിശകലനം ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മമ്പുറം തങ്ങൾ എന്ന ആത്മീയ വ്യക്തിത്വം, മമ്പുറം തങ്ങൾ എന്ന പണ്ഡിത വ്യക്തിത്വം, മമ്പുറം തങ്ങൾ എന്ന പോരാളി, മമ്പുറം തങ്ങൾ എന്ന സാമൂഹിക പരിവർത്തന നായകൻ, മമ്പുറം തങ്ങൾ എന്ന സാമുദായിക മൈത്രിയുടെ ധ്വജവാഹകൻ, സമൂഹ മൈത്രിയുടെ, ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അതിന്ന് ഒന്ന് മാത്രം അടർത്തിയെടുക്കാൻ കഴിയില്ല. എല്ലാം കൂടി ചേരുമ്പോഴേ ഒരു മമ്പുറം തങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഇന്നത്തെ കാലത്തിന് ഒരുപാട് പഠിക്കാനുണ്ട്. ഇന്നത്തെ കാലത്തിന് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിക്കാൻ തന്നെയാണ്. ഇവിടെ ബഹുമാനനായ തെയ്യനാശാരി ഈ വേദിയിൽ ഇരിക്കുന്നത് പോലും ഒരു മെസ്സേജാണ്, പ്രിയപ്പെട്ടവരെ. അപ്പൊ മമ്പുറം തങ്ങളെ ഒരു വ്യക്തിത്വം അടർത്തിയെടുക്കാൻ പറ്റില്ല. തെയ്യനാശാരി എന്നത്തെ ഒരു യോഗത്തിന് ചീഫ് ഗസ്റ്റായിട്ട് ഒരു പതിവ് ശീലം പോലെ ഒരു സമുദായ മൈത്രി സമ്മേളനത്തിന് കൊണ്ടുവന്നിരുത്തിയതല്ല. ഒരു ചേരുവ പോലെ കൃത്രിമമായിട്ടോ അല്ലാതെയോ ചേർത്തതല്ല. തെയ്യനാശാരിയുടെ കുടുംബ പാരമ്പര്യത്തിൽ മമ്പുറം തങ്ങളുടെ ഒരു സ്പർശമുണ്ട്. പൊന്മണ്ടത്തെ മസ്ജിദിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പൂർവീകർ മമ്പുറം തങ്ങളുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട പല മസ്ജിദുകളും ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലുണ്ട്. പൊന്മുണ്ടം മസ്ജിദ് അതിൽപ്പെട്ടതാണ്. അതിന്റെ നിർമ്മാണത്തിന് പോയപ്പോൾ ആ പണി ഏൽപ്പിച്ചത് തെയ്യനാശാരിയുടെ പൂർവീകനെയാണ്. അവരാ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ഇപ്പൊ ഇന്ന് യോഗത്തിൽ വന്നിരുന്നതല്ല അദ്ദേഹം മുമ്പ് മമ്പുറത്ത് വന്നിട്ടുണ്ട്, പലപ്പോഴും മമ്പുറത്ത് വരാറുണ്ട്. അപ്പൊ അതൊരു സംഗതിയാണ്. അത് മതേതര ഇന്ത്യയിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, അനുധാവനം ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. മമ്പുറം തങ്ങളുടെ കാര്യസ്ഥനൊരു നായരായിരുന്നു. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാര്യസ്ഥന്മാര് എന്ന് പറഞ്ഞ ഇന്നത്തെ PA ആണ്. ഇന്നത്തെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് അന്ന് കാര്യസ്ഥൻ. നമ്മൾ ഈ ഓരോ ജോലിയൊക്കെ നോക്കി നടക്കുന്ന രാഷ്ട്രീയ രംഗത്തോ പൊതുരംഗത്തോ ഉള്ളവർക്കോ അല്ലാത്തവർക്കൊക്കെ ആരെങ്കിലും അവരുടെ പ്രവൃത്തിയൊക്കെ നടത്താൻ കൂടെ PAകൾക്കാളൊക്കെ മുകളിലാണ് കാര്യസ്ഥൻ. ആ പൊസിഷൻ കുറച്ച് മീതെയാണ്. ഇപ്പൊ പാണക്കാട് പൂക്കോയ തങ്ങളുടെ കൂടെ പാണക്കാട്ട് അഹമ്മദാജി ഉണ്ടായിരുന്ന മാതിരി എവിടെ പോകുമ്പോഴും കൂടെ, മീറ്റിങ്ങിൽ വരെ യോഗത്തിൽ അഹമ്മദാജി തങ്ങളടുത്തിരിക്കുന്നുണ്ടാവും. ശിഹാബ് തങ്ങളുടെ കാലത്തും നമ്മളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ തവണ. ശിഹാബ് തങ്ങളുടെ ആദ്യ കാലത്തൊക്കെ അഹമ്മദാജി തന്നെയായിരുന്നു തങ്ങളുടെ കൂടെ. അവ കൂടെ തന്നെ ഉണ്ടാവും, സ്റ്റേജിൽ അടുത്ത കസേരയിലുണ്ടാവും. അതാണ് ഈ കാര്യസ്ഥന്മാര്. മമ്പുറം തങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലേ ഒരു കാര്യസ്ഥനാക്കാൻ? ഒരു പണ്ഡിതനെ, ഒരു ഉസ്താദിനെ, ഒരു മുസ്ലിം പ്രമുഖനെ. ഈ വക കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് പ്രത്യേകമായ പഠനം നടത്താൻ മാത്രം നടത്തേണ്ടതല്ല. അതിൽ മാതൃകകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ
വിശകലനങ്ങളും വ്യാപകമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളും നടക്കണം, ബോധവൽക്കരണങ്ങൾ നടക്കണം. ഇതിനൊക്കെ മറിച്ച് ചിത്രീകരിക്കാനും വളച്ചൊടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഇതാണ് മലപ്പുറം, ഇതാണ് കേരളം എന്നും കൂടി പറയണം. മലപ്പുറം എന്നിങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ പാലക്കാട്ടൊരു ആന അപകടത്തിൽപ്പെട്ടിട്ട് ആന ചെരിഞ്ഞാല് എന്നാണല്ലോ പറയാ. മനുഷ്യന്മാര് ചത്താല് എന്ന് പറഞ്ഞിരുന്ന കാലത്തും ആന ചെരിഞ്ഞാല് എന്നാണ് പറഞ്ഞിരുന്നത്. അതും പഠിക്കേണ്ട വിഷയമാണ്. ഭാഷയിലുണ്ട് വിവേചനവും ജാതിയും ഒക്കെ പഠിക്കണം. മനുഷ്യന്മാര് ചത്തു എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം, പ്രത്യേകിച്ച് ചില മനുഷ്യന്മാര് ചില വിഭാഗങ്ങളിൽപ്പെട്ട. ആന അന്നും മുകളിലാണ്, ആന ചത്തെന്ന് പറയില്ല. കാരണം ആന വലിയ വലിയ ആൾക്കാരുടെ വീട്ടിലാണ്. വലിയ വലിയ ആൾക്കാർ ചാവൂല, വലിയ വലിയ ആൾക്കാർ നോക്കുന്ന മൃഗവും ചാവൂല. ചെരിഞ്ഞു, പാലക്കാട്ടൊരു ആന ചെരിഞ്ഞു. ഉടനെ കേന്ദ്രത്തിന് മന്ത്രിയുടെ പ്രസ്താവന വന്നു. കേന്ദ്രമന്ത്രി മലപ്പുറം. ഇമാതിരി വിവരക്കേടുകൾ, ഇമാതിരി അസ്ക്യതകൾ, അത് നല്ല മലയാള വാക്കാണ്. അസ്ക്യത, സഹിക്കാൻ പറ്റാത്ത, മറ്റുള്ളവനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അതിനൊക്കെ നേരിടാൻ ഒരു വഴിയുള്ളൂ, അറിവാണ്. ആ വഴി അറിവാണ്. മറ്റൊന്ന് ഡോക്ടർ KS മാധവനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. ചരിത്രമാണ് ആ വഴി. ചരിത്രത്തെ കൊണ്ട് പ്രതിരോധിക്കണം, ചരിത്രത്തെ കവചമാക്കണം. നിഷേധാത്മക ശക്തികൾക്കെതിരെ, കേന്ദ്രങ്ങൾക്കെതിരെ, പ്രതിലോമകാരികൾക്കെതിരെ ചരിത്രത്തില് എല്ലാം നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മനുഷ്യന്മാരെ കാര്യത്തിലുള്ളതൊക്കെ ചരിത്രത്തിലുണ്ടാവും. മനുഷ്യന്മാര് തമ്മിൽ ചിലപ്പോൾ ഏറ്റുമുട്ടിയിട്ടുണ്ടാവും. ഒന്നുമില്ലേ? ഇപ്പോ മലബാർ സ്വാതന്ത്ര്യ സമരം, അതിനെ വെച്ച് ഇങ്ങനെ കണ്ണട വെച്ചിട്ട് അവിടെ അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ. ഞാൻ ചോദിക്കാറുണ്ട് അതിന് മറുപടി ആയിട്ട്, ഇന്ന് വലിയ അച്ചടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്രകടനം, ഒരു പ്രതിഷേധം, ഒരു ഗരാവോ നടത്തിയാൽ വൈകുന്നേരം ആകുമ്പോൾ എന്താ ന്യൂസ് ചാനലിൽ? അടി ഇടി, പോലീസ്, ചോര പൊട്ടുന്നു വിളിക്കുന്നത്. വിദ്യാഭ്യാസമുണ്ട്, ജനാധിപത്യമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പാവങ്ങളായ ജനങ്ങൾ ബ്രിട്ടീഷുകാരെ നേരിടാൻ നിരായുധരായ ജനങ്ങൾ പോകുമ്പോ പാവങ്ങളായ ജനങ്ങൾ അതിനൊക്കെ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ കാണണം. ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കാണണം. ചരിത്രത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക് വർത്തമാനകാലത്തെ അടിച്ചേൽപ്പിക്കുന്ന പണിയാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, ഭൂതകാലത്തിലേക്ക് വർത്തമാനകാലത്തെ അടിച്ചേൽപ്പിക്കുകയാണ്. പ്രൊജക്റ്റിംഗ് ദ പ്രസന്റ് അപ്പോൺ ദി പാസ്റ്റ്. ഭൂതകാലത്തിന്റെ മീതയിലേക്ക് വർത്തമാനകാലത്തെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചരിത്രത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് ചിലരുടെ മനസ്സിൽ ചില അജണ്ടകളുണ്ട്, രാഷ്ട്രീയ അജണ്ടകളാണ് അതിൽ പലതും. അത് നടപ്പിലാക്കാൻ വേണ്ടി ചരിത്രത്തെ കൂട്ടുപിടിക്കുകയാണ്. അതിന് ജനങ്ങൾ കൂടെ നിൽക്കില്ല, ജനങ്ങൾ അതിനെതിരാണ്. ജനങ്ങൾ ചരിത്രത്തിലെ സൗഹൃദ ധാരകളെ അനുധാവനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിൽ വൈരവും വിദ്വേഷവും നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരെ അവിടുത്തെ ജനങ്ങൾ ദയനീയമായി തോൽപ്പിച്ചു വിട്ടത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇറ്റ് ഈസ് എ ലെസൺ. വലിയ പാഠമാണത്. ഇവരിതൊക്കെ ചെയ്തു കൂട്ടിയതേനെ ഇലക്ഷൻ ജയിക്കാനാ. ആരാധനാലയത്തിന്റെ പേര് പോലും ഇലക്ഷൻ ജയിക്കാൻ നോക്കിയവർക്ക് ആരാധനാലയം നിൽക്കുന്ന നാട്ടിലെ ജനം മുഖത്തടി മറുപടി കൊടുത്തു. ആരാധനാലയത്തിന്റെ പേരിൽ തന്നെയാണ് തെയ്യനാശാരി ഇവിടെ ഇരിക്കുന്നത്.
മമ്പുറം തങ്ങൾ പള്ളി കെട്ടാൻ പോയയിടത്തും തുടങ്ങിയ ബന്ധത്തിന്റെ കണ്ണിയാണ് അഭിവന്ദനായ പ്രിയങ്കരനായ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ തയ്യൻ. ഇതൊന്നും മനുഷ്യന്മാരുടെ ഇടയിൽ പരസ്പരം അക്രമം ഉണ്ടാക്കാനുള്ളതല്ല. ഇതിൻ്റെ ഒന്നും പേരിൽ ഭിന്നിപ്പുണ്ടാക്കരുത്. മനുഷ്യന്മാരൊക്കെ ഒരു കണ്ണിയാണ്, ഒരേ പാരമ്പര്യത്തിൻ്റെ കണ്ണികളാണ്. മനുഷ്യന്മാരൊരു കുടുംബമാണ്. മതം, സമുദായം, കക്ഷിത്വം, ഇതിനൊക്കെ അതീതമാണ് മനുഷ്യൻ. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മമ്പുറം തങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. മമ്പുറം സയ്യിദ് അലവി റഹിമഹുല്ലാ, അവരുടെ വ്യക്തിത്വം ഇതിനൊക്കെ മുകളിലാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ഒരു 3 മണിക്കൂർ ഈ മമ്പുറം മക്കാമിൻ്റെ മുമ്പിൽ മമ്പുറം തങ്ങളെ പറ്റി ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 980കളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് സഹോദരങ്ങൾ ശ്രോതാക്കളായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ഇവിടെ ഒരു കടല് പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ എന്നും ഈ ചരിത്ര പുരുഷന്മാരെ ബഹുമാനിക്കുകയും അവരുടെ സന്ദേശം പുതിയ തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ജോലി ചെയ്യേണ്ടവരാണ് നമ്മൾ. നല്ല പാരമ്പര്യത്തെ ഉയർത്തി കാണണം. അങ്ങനെ തന്നെ ഇനിയും പോണം. അവരിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ പഠിക്കണം. മമ്പുറം തങ്ങളുടെ ആത്മീയത ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വെറും ഒരു ആത്മീയ വ്യക്തിത്വമായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ആത്മീയം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ നിന്ന് മാറുന്ന ഒരു ആത്മീയമല്ല അത്. മമ്പുറം തങ്ങൾ ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു. മമ്പുറം തങ്ങൾ സദാ മനുഷ്യരുടെ കൂടെയായിരുന്നു. ഈ മമ്പുറം തങ്ങളുടെ മകനാണ് ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഒരു തീപ്പന്തം പോലെ പടർന്നത് സയ്യിദ് ഫസൽ. ലോകം മുഴുവൻ അവിടെ നിന്നില്ലത്, ഇവിടെ നിന്നൊക്കെ പോയത് തുർക്കിയിലെത്തി, കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി. ആ സയ്യിദ് ഫസൽ തങ്ങളെ പറ്റി മാത്രം എത്ര റിസർച്ച് നടന്നു ലോകത്ത്. എത്രയോ പുസ്തകങ്ങളിൽ അടുത്ത കാലത്ത് ഞാൻ വിദേശ ഗ്രന്ഥങ്ങളിൽ സയ്യിദ് ഫസൽ തങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സയ്യിദ് ഫസൽ തങ്ങള് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പിന്നീട് ആരാ ശ്രമിച്ചത്? അതൊക്കെ വലിയ അഭിമാനകരമായ പാരമ്പര്യമാണ്. സയ്യിദ് ഫസൽ തങ്ങളെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പറഞ്ഞയച്ച് സ്വന്തം നാട്ടിലേക്ക്, പിതാവിന്റെ നാട്ടിലേക്ക് സയ്യിദ് ഫസൽ തങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചത് ദേശീയവാദികളായ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അവരാണ് ശ്രമിച്ചത്. നോക്കൂ, അതിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഏറെ പരിശ്രമിച്ചു ഫസൽ തങ്ങളെ കേരളത്തിൽ നിന്ന് കാലുകുത്താൻ. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർ അവസാനം വരെ തടഞ്ഞു. അവസാനം നാട്ടിലെത്തിയിട്ടും മമ്പുറത്ത് വന്നിട്ട് സ്വന്തം പിതാവിന്റെ ഖബറിങ്കൽ വരാൻ ബ്രിട്ടീഷുകാർ ആ മകനെ അനുവദിച്ചില്ല. അത്രയ്ക്ക് പേടിയായിരുന്നു പിതാവിനെയും പുത്രനെയും ബ്രിട്ടീഷുകാർക്ക്. ആ പേടി എവിടെ നിന്നുണ്ടായതാണ്? അത് അവർ സമൂഹത്തിന് കൊടുത്ത നേതൃത്വമാണ്. സ്വാതന്ത്ര്യ സമരമെങ്കിൽ അതിലവരുണ്ട്, സാമൂഹിക പരിഷ്കരണമെങ്കിൽ അതിന്റെ തലപ്പത്തുണ്ട്. എന്നാ ആത്മീയവും ദീനിയായ പ്രവർത്തനമെങ്കിൽ അതിന്റെ ഏറ്റവും തലപ്പത്തുണ്ട്. അതൊന്നും ശറഉം ശരീഅത്തും വിട്ടുകൊണ്ടുള്ള ആത്മീയതയല്ല എന്നും ഞാൻ കൂട്ടത്തിൽ പറയുന്നു. മമ്പുറം തങ്ങളുടെ ബെയ്ത്ത്
ഒരു കവിതയാണ്. ഔ കോയ ഖില്ലി ഉക്തുബൻ മഖാലതി അലാ ളഹ്രി മിഹ്റാബിൽ മജീദിൽ ജുമുഅതി. ഞാൻ വളരെ ചെറുപ്പത്തിൽ പഠിച്ചതാ. ഔ കോയ ഖില്ലി ഉക്തുബൻ മഖാലതി. ഔ കോയ അത് കൊണ്ടുപോയിട്ട് മസ്ജിദിന്റെ മിമ്പറിന്റെ മിഹ്റാബിന്റെ മുകളിൽ എഴുതി വെക്ക്. ഔ കോയ മുസ്ലിയാർ. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പര്യടനം നടത്തിയപ്പോ പരപ്പനങ്ങാടി വഴിയിലൂടെ പോയപ്പോ ഔക്കോയ മുസ്ലിയാരുടെ മസ്ജിദ്, ഔക്കോയ മുസ്ലിയാർ. ഞാൻ അന്വേഷിച്ചു. രോമാഞ്ചമുണ്ടാക്കുന്ന നാമധേയങ്ങളാണ്. നമ്മുടെ ചരിത്രത്തിന്റെ ഭൂമിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് എപ്പോഴും ഓർമ്മ വേണം. നമ്മൾ ചവിട്ടുന്ന മൺതരികൾക്ക് ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയങ്ങൾ പെടഞ്ഞിട്ടുണ്ട്. ആ ഹൃദയങ്ങളിൽ രക്തം പുരണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഓർമ്മ വേണം. ഔക്കോയത് കൊണ്ടുപോയിട്ട് അവിടെ എഴുതി വെക്കണം. ഇനി ആ ബെയ്ത്ത് പരിശോധിച്ചാൽ ആ ബെയ്ത്തിനെ പറ്റി മാത്രം ഒരു സെമിനാർ ആകാവുന്നതാണ്. അമൃതങ്ങളുടെ കവിത, അതിൽ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില സ്വഭാവങ്ങൾ മനുഷ്യർ വെടിയണം. അത് ചില പക്ഷികളുടെ സ്വഭാവമാണ്. താഊസുൻ ഖുറാബുൻ നസ്റു. മയില്, കാക്ക, പരുന്ത്, ഈ പക്ഷികളുടെ സ്വഭാവങ്ങൾക്ക് ഉണ്ടാവരുത്. അമൃതങ്ങൾ പറയാണ്. മയിലിന് അഹങ്കാരമാണ്. പീലി വിടർത്തി ഇങ്ങോട്ട് ആടുമ്പോ എൻ്റെ സൗന്ദര്യം, എൻ്റെ ചിറക്. കിബറാണ്. അഹങ്കാരം ഉണ്ടാവരുത്, അഹങ്കരിക്കരുത്. ഖുറാബ് കാക്കയെ പോലെ ആകരുത്. കാക്കക്ക് ആർത്തിയാണ്, ഹിർസ്. അമൃതങ്ങൾ ഉപയോഗിക്കുന്ന വാക്കതാണ്. പരുന്തിന് ധാർഷ്ട്യമാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ സമൂഹത്തോട് സംസാരിച്ചത്. എന്ത് മനോഹരമായ ഉപമയാണ്! എത്ര ശക്തമായിട്ടുള്ള പാഠമാണ്! അതിൽ അമൃതങ്ങൾ പുകവലിക്കെതിരെ താക്കീത് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് ഈ കവിതയിൽ. പുകവലി സൂക്ഷിക്കണം. എത്ര വലിയ താക്കീതാണ്! എത്ര രോഗങ്ങൾ, എത്ര നാശങ്ങൾ, എത്ര ആശുപത്രികൾ. എത്ര സർവനാശങ്ങൾ. പിൽക്കാലത്ത് പല ഗവൺമെന്റുകളും പുകവലി നിരോധിച്ചു. നമ്മുടെ നാട്ടിൽ ഒന്ന് പൊതുസ്ഥലത്ത് പുകവലി നിഷിദ്ധമാണ്. ഫ്ലൈറ്റിൽ നിഷിദ്ധമാണ്, വിമാനത്തിൽ. മമ്പുറന്തങ്ങൾ മുമ്പേ നടന്നു. ഇന്നതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഞാൻ ദീർഘിക്കുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഞാൻ തന്നെ പിന്നെ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇതൊക്കെ ഓർമ്മകൾക്ക് ജീവൻ ഉണ്ടാവട്ടെ. ഓർമ്മകൾക്ക് ജീവൻ ഉണ്ടാവട്ടെ. മമ്പുറത്തങ്ങൾ വെറും ഒരു ഓർമ്മയല്ല, ഒരു യാഥാർത്ഥ്യമാണ്, ഒരു പ്രേരണയാണ്, ഒരു പ്രചോദനമാണ്, ഒരു കരുത്താണ്. ഓട്ടോമൻ ഉസ്മാനിയ എന്ന് പറയുന്ന ഓട്ടോമൻ ഭരണകൂടത്തിന്റെ ഉന്നത തലത്തിലെത്തി മമ്പുറം തങ്ങളുടെ മകൻ ഇസ്തംബൂളിൽ സയ്യിദ് ഫസൽ തങ്ങൾ. അങ്ങനെയൊക്കെയുള്ള അറിവിൽ, ആത്മീയതയിൽ, പോരാട്ട വീര്യത്തിൽ, സ്വാതന്ത്ര്യ അഭിനിവേശത്തിൽ, സ്വാതന്ത്ര്യം അതിനു വേണ്ടിയാണ്. സമുദായ മൈത്രി, ബഹുസ്വരത. എല്ലാ സമുദായങ്ങളിലും പെട്ടവർ അവരൊക്കെ ബഹുമാനിച്ച്
അവരൊക്കെ കൂടെ കൂട്ടി മനുഷ്യമൈത്രിയുടെ, സാമൂഹിക സമാധാനത്തിൻ്റെ വലിയ തത്വമാണ് മമ്പുറം തങ്ങൾ, പ്രയോഗവുമാണ് മമ്പുറം തങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള സെമിനാറുകൾ, പഠനങ്ങളൊക്കെ ഇതിൻ്റെ വിവിധങ്ങളായ വശങ്ങളിലേക്ക് വെളിച്ചം വീശുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനിട വരട്ടെ. അല്ലെങ്കിലും ഇന്ന് ചരിത്രത്തെ ആയുധമാക്കുകയാണ്. അപ്പൊ ചരിത്രത്തെ കൊണ്ട് തിരിച്ചടിക്കണം. ചരിത്രത്തെ ആയുധമാക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയല്ല, സമാധാനം തകർക്കാൻ ചരിത്രം, തമ്മിൽ ശത്രുത ഉണ്ടാക്കാൻ ചരിത്രം, മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിപ്പിക്കാൻ ചരിത്രം. ചരിത്രത്തിലേക്ക് ഓരോരുത്തർ ഗവേഷണത്തിന് പോണത് എങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ പറ്റും? പണ്ടത്തെ കാലത്തെ സംഗതികളൊക്കെ കൊണ്ടുവന്നിട്ട് പൊടി തട്ടി കൊണ്ടുവന്നിട്ട് പുതിയ ശാസ്ത്രവം, പുതിയ സംഘർഷ സംഘടനകൾ, അതിനുവേണ്ടി അവസരം പാത്തിരിക്കുന്നവർക്ക് ചരിത്രത്തെ കൊണ്ടാണ് മറുപടി കൊടുക്കേണ്ടത്. മമ്പുറം തങ്ങളെ കൊണ്ട്, മങ്ങാട്ടച്ചനെ കൊണ്ട്, കുഞ്ഞായി മുസ്ലിയാരെ കൊണ്ട്, വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കൊണ്ട്, MP നാരായണ മേനോനെ കൊണ്ട്, കട്ടിലശ്ശേരി തങ്ങളെ കൊണ്ട്, അങ്ങനെ 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 ഇന്ത്യയിലേക്ക് കുറെ കൊണ്ട് പോയാൽ, കേരളത്തിൽ നിന്ന് വിട്ടാൽ, കേരളം വിട്ട് പുറത്തേക്ക് പോയാൽ ഗാന്ധിയെ കൊണ്ട്, നെഹ്റുവിനെ കൊണ്ട്, തുളസീദാസിനെ കൊണ്ട്, തുളസി കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ഇന്ത്യൻ ഇന്നത്തെ ഗവൺമെന്റ് ഭാഗത്തുനിന്നൊരാൾ തുളസിയുടെ പേര് പറഞ്ഞു. ഓരോ ആവശ്യത്തിനാണ് തുളസി പറഞ്ഞത്, മുഴുവെടുത്താൽ മതി, എന്നാ കുഴപ്പമില്ല. തുളസീദാസിന്റെ ഒരു പ്രശസ്തമായ കവിത ഉണ്ട്. എന്നെ നിങ്ങൾ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, എന്നെ അവധൂതെന്ന് വിളിച്ചോ, എന്നെ തയ്യൽക്കാരെന്ന് വിളിച്ചോ, ദൂൽഹ കഹിയേ, ദൂത് കഹിയേ, അവധൂത് കഹിയേ, എന്ത് പേരിട്ട് വിളിച്ചോ. ഞാൻ ഈ ഭിക്ഷ തണ്ടി ജീവിക്കണ ഒരാളാ. എൻ്റെ പാർപ്പ് മസ്ജിദിലാണ്. അയോധ്യയിലെ ഫൈസാബാദിൽ മസ്ജിദിന്റെ മുറ്റത്ത് പുല്ലുവായ വിരിച്ചിട്ട് അവിടെ ആയിരുന്നു ഈ തുളസീദാസിന്റെ കടപ്പ്. അതിവർക്ക് അറിയില്ല, അറിഞ്ഞാലും അവർ പറയൂല. ആ ചരിത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് എല്ലാ സമൂഹങ്ങളും ഇത് പഠിക്കണം. മമ്പുറം തങ്ങളുടെ കാര്യസ്ഥൻ നായരായിരുന്നു എന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ പഠിക്കണം, ഇവിടുത്തെ മുസ്ലിങ്ങൾ പഠിക്കണം, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എല്ലാവരും പഠിക്കണം, മുസ്ലിങ്ങളും പഠിക്കണം. അങ്ങനെയുള്ള പാരമ്പര്യങ്ങളെ പറ്റി കൂടുതൽ പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിപ്പിക്കണം. എന്നിട്ട് ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള പരസ്പര ബഹുമാനവും ബഹുസ്വരതയും മൈത്രിയും ഊട്ടിയുറപ്പിക്കണം. സമാധാനമുള്ള ലോകം സൃഷ്ടിക്കണം. സംസ്കാരങ്ങൾക്കിടയിൽ സംഘടന എന്നല്ലേ ഇപ്പൊ പറയണത്? അല്ല, സംസ്കാരങ്ങൾക്കിടയിൽ സൗഹൃദമാണ്, സംവാദമാണ്. അതാണ് മമ്പുറം തങ്ങൾ നൽകുന്ന ചരിത്ര പാഠം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടെ, മമ്പുറം തങ്ങളുടെ സമ്മതത്തോടെയാണ് തെയ്യനാശാരിയുടെ കുടുംബം പലതും ചെയ്തത്. ഞാനിന്ന് തെയ്യനാശാരിയുടെ സമ്മതത്തോടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പള്ളി കെട്ടാനും എന്ത് കാര്യത്തിനൊരുങ്ങുമ്പോഴും മമ്പുറത്ത് വന്ന് സമ്മതം ചോദിച്ചു എന്നാണ് തെയ്യനാശാരിയും അദ്ദേഹത്തിൻ്റെ പഴമുറക്കാരും പറയണത്. എന്ന് വെച്ചാൽ പൊന്മുണ്ടം മസ്ജിദ് കെട്ടിയ ആ കാലത്ത് മമ്പുറം തങ്ങൾ തെയ്യനാശാരിയുടെ പൂർവികരെ അവരേൽപ്പിച്ചോ പണി. അതോടെ പിന്നെ ആ കുടുംബം ഏത് കാര്യത്തിനും, ആ പാരമ്പര്യക്കാർ മമ്പുറത്തെ സമ്മതം അവർ വാങ്ങി. ഞാനിന്ന് തെയ്യനാശാരിയുടെ സമ്മതത്തോടെ ഈ ചരിത്ര സെമിനാറിൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാരുണ്യവാനായ സർവശക്തൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ
ഇവിടെ പിന്നീട് സംസാരിക്കാനിരിക്കുന്ന വലിയ ആളുകൾക്ക് വേണ്ടി, ചരിത്ര പണ്ഡിതനായ കെ.എസ്. മാധവൻ അടക്കമുള്ളവർക്ക് വേണ്ടി വഴിമാറി എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവരുടെയൊക്കെ പ്രസംഗം കേട്ട് ഇവിടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഉടനെ തന്നെ മറ്റു ചില പരിപാടികൾ നേരത്തെ നിശ്ചയിച്ചതുള്ളതുകൊണ്ട് പോകാനുള്ളൊരു സമ്മതവും കൂടി വിശിഷ്ടാതിഥികളോടും എന്നെ കേൾക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോടും ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും.